ജോർജാണ് ടെലിഫോൺ ലൈൻ ഉണ്ടായിരുന്നത്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇപ്പോൾ പി സി ജോർജാണ് ആദ്യഘട്ടത്തിൽ ഇന്നലെ ഞങ്ങളുടെ പ്രതിനിധി സ്ത്രീത്തിനോട് സംസാരിച്ചപ്പോൾ പി സി ജോർജ് പറഞ്ഞത് ജോസ് കെ മാണിയെയും സ്വാഗതം ചെയ്യുന്നു, പക്ഷേ ഈ പാർട്ടി പിരിച്ചുവിട്ടിട്ട് വേണം ബി ജെ പിയിലേക്ക് വരാൻ. അദ്ദേഹം ചെയ്തതുപോലെ ബി ജെ പിയിലേക്ക് ഒരു ലയനമൊക്കെ ആയിരിക്കും അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാവുക. പക്ഷെ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. ഒരുപക്ഷെ ഇതൊരു വൈൽഡ് ഗസ്സായി നമ്മൾ കാണാമെങ്കിൽ ബി ജെ പി എൻ ഡി എയിലേക്ക് വരികയാണെങ്കിൽ കേരള കോൺഗ്രസ്സായി ആയിരിക്കും സ്വാഭാവികമായും കടന്നു വരിക, അതിൻ്റെ ഒരു വിഭാഗമെങ്കിലും. അങ്ങനെ വേണ്ടേ കരുതാൻ? ഉണ്ണികൃഷ്ണ, ഇത് ഇപ്പൊ ഷോൺ ജോർജ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ജോസ് കെ മാണി തീരുമാനമെടുത്താൽ, എൻ ഡി എയിലേക്ക് വരാൻ തീരുമാനമെടുത്താൽ സ്വാഗതം ചെയ്യും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും പി സി ജോർജിന്റെ നിലപാടുകളാണ് ജോസ് കെ മാണിക്ക് പല തരത്തിലും രാഷ്ട്രീയത്തിൽ പലപ്പോഴും പല പ്രതിസന്ധി ഘട്ടങ്ങളും സൃഷ്ടിച്ചിട്ടുള്ളത്. അദ്ദേഹം പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലത്തും പാർട്ടിക്ക് പുറത്തു പോയതിനു ശേഷവും ഏറ്റവും രൂക്ഷമായിട്ട് ജോസ് കെ മാണി അദ്ദേഹത്തിന്റെ പിതാവിനേക്ക് വിമർശിച്ച ആള് എന്നുള്ള അതിൽ ഒന്നാം നമ്പർ എന്ന് പറയുന്നത് പി സി ജോർജാണ്. അപ്പൊ പി സി ജോർജ് കൂടി ഉൾപ്പെട്ട ഒരു മുന്നണിയിലേക്ക് ജോസ് കെ മാണിക്ക് അത്ര എളുപ്പത്തിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർക്കും വരിക എന്നുള്ളത് ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അതിനപ്പുറത്തുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ, അടുത്ത തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനോടൊപ്പം നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ പരിഗണന കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. രണ്ടാമത് അങ്ങനെ നിന്ന് പരിഗണന കിട്ടിയാൽ പോലും വിട്ടുകിട്ടുന്ന സീറ്റുകളിൽ മത്സരിച്ചാൽ ജയിക്കാൻ സാധിക്കുമോ എന്നുള്ള പ്രശ്നമുണ്ട്. അതിനപ്പുറത്ത് യു ഡി എഫിലേക്ക് പോകാൻ അതിലേറെ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഒരിക്കൽ വിട്ടുപോന്ന ഞങ്ങളെ പുറത്താക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പുറത്താക്കിയതല്ല, അതിന്റെ നാക്കുപിഴയായിരുന്നു, അത് തിരുത്തുകയും ചെയ്തു. എങ്കിൽ പോലും ഇനി അങ്ങോട്ട് തിരിച്ചു പോവുക എന്നത് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അപ്പുറത്ത് ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫിന്റെ ഭാഗമായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. ജോസഫ് ഗ്രൂപ്പുമായിട്ടുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് സ്വാഭാവികമായിട്ടും ജോസ് കെ മാണിയെ മുന്നണി മാറാൻ പ്രേരിപ്പിച്ച പ്രധാന വികാരം. ആ നിലയ്ക്ക് അങ്ങോട്ട് ചെന്നാൽ അതൊരു പരാജയമാണ്, കീഴടങ്ങലാണ്. ഗത്യന്തരമില്ലാതെ, നിൽക്കക്കള്ളിയില്ലാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന രീതിയിലുള്ള ഒരു അപമാനം അല്ലെങ്കിൽ ഒരു നാണക്കേട് ചില ജനങ്ങളിൽ നിന്നെങ്കിലും ഉയരാനിടയുണ്ട്. അപ്പൊ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതെല്ലാം പരിഗണിച്ച് അങ്ങനെ ബി ജെ പിയിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ സ്വന്തം അണികൾ അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുമോ? ആ അണികളിൽ കൂടുതലും ക്രൈസ്തവ വിശ്വാസികളാണ്. അവർക്ക് പഴയ അയിത്തൊന്നുമില്ല ബി ജെ പിയോട്. എങ്കിൽ പോലും അത് എത്ര കണ്ട് അണികൾക്ക് സ്വീകാര്യമാകും? അവരെല്ലാവരും നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിച്ച് ആ ലയനത്തെയോ അല്ലെങ്കിൽ ആ ഒരു സഖ്യം ചേരലിനെയോ പിന്തുണയ്ക്കുമോ? കത്തോലിക്ക ബിഷപ്പുമാരുടെ അതുപോലെ NSSന്റെ ഒക്കെ പിന്തുണ കാര്യത്തിൽ ലഭിക്കുമോ? ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ട് ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് പ്രോസ് ആൻഡ് കോൺസ് ചിന്തിച്ച ശേഷം മാത്രമേ ജോസ് കെ മാണി അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകും. നന്ദി ശ്രീ ജോർജ് പൊടിപ്പാറ. ശ്രീ സജി മഞ്ഞക്കടമ്പൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സജി, നമ്മൾ ഈ പുറത്തുവിടുന്ന വാർത്ത അത് വളരെ പ്രധാനപ്പെട്ട